ഹലോ ഡേവിഡ് സാറേ, ഞാനിവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. ഞാൻ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എടാ, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം. നീ ഒരു 12 മണിയാകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് എത്തും. ഓക്കെ? എടാ, തീരെ സമയമില്ല. പടം പിടിക്കാന്ന് പറഞ്ഞൊക്കെ ശരി തന്നെയാ. പക്ഷെ നല്ല പടമാണെങ്കിൽ മാത്രമേ ഞാൻ പൈസ ഇറക്കൂ. ആയിക്കോട്ടെ സാർ, ഈ കഥ ഒന്ന് കേൾക്ക്. നീ ത്രെഡ് എന്താണെന്ന് പറഞ്ഞ? തൻ്റെ സുഹൃത്തിനെ കൊന്നവനെ സ്വയം കണ്ടെത്തി പക വീട്ടുന്ന ഹീറോ. അതാണ് എൻ്റെ പ്ലോട്ട്. ഫ്രഷ്. സാർ, ഇതിൽ കുറച്ച് വ്യത്യസ്തത ഉണ്ട്. സാർ, ഇതൊന്ന് മുഴുവനായി കേൾക്ക്. എന്നാ നീ പറഞ്ഞൊന്ന് തോലക്ക്. ഓക്കേ. ഈ കഥ തുടങ്ങുന്നത് ആരുടെയോ കത്തിക്കിരയാണ്ടി വരുന്ന സുഹൃത്തിൻ്റെ ഫോട്ടോ നോക്കി നിൽക്കുന്ന നായകനിൽ നിന്നാണ്. തൻ്റെ സുഹൃത്തിൻ്റെ ദുരൂഹമരണം അംഗീകരിക്കാൻ പറ്റാത്ത നായകൻ കൊലയാളിയെ കണ്ടെത്താൻ തീരുമാനിക്കുന്നു. ഇതൊക്കെ പോലീസുകാരല്ലേ ചെയ്യാ? അല്ല സാറ്, പോലീസുകാർ ഒതുക്കാനാ പാട്. നീ ബാക്കി പറ. നായകന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് സുഹൃത്തിന്റെ മൊബൈൽ മാത്രമായിരുന്നു. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം എന്നൊന്നും അറിയാതെ നിൽക്കുകയാണ് നായകൻ. തൻ്റെ കയ്യിലുള്ള മൊബൈൽ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? അയാൾ ഗാലറി ഒന്ന് തുറന്നു നോക്കി. ഗാലറിയിൽ ഒന്നുമില്ല. ബട്ട് റീസെൻ്റ്ലി ഡിലീറ്റഡിൽ നോക്കിയപ്പോൾ തൻ്റെ സുഹൃത്ത് എപ്പോഴോ എടുത്തു വെച്ച ഒരു സിമൻറ്റ് ചാക്കാണ് റീസെൻ്റ് ഫോട്ടോ. പക്ഷെ അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയ നായകൻ കണ്ടത് ആ സിമൻറ്റ് ചാക്കിൽ എഴുതിയ വാക്കാണ് DZ. എന്താണെന്നതറിയില്ല. ഇനി എന്തു ചെയ്യും? എന്തെങ്കിലും ഒരു ഫോൺ റെക്കോർഡിംഗ് കിട്ടിയിരുന്നെങ്കിൽ വല്ല തുമ്പും കിട്ടിയാനെ. അതില്ല. പക്ഷെ നായകന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നു. വോയിസ് മെയിൽ. ഐഫോൺ ആയതുകൊണ്ട് തന്നെ അതുണ്ടാകും. ഓരോ വോയിസ് മെയിലും അയാൾ ഇരുന്ന് കേട്ടു. പക്ഷേ അതിലൊന്നിങ്ങനെയാണ്: അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവരുടെ അന്നേ പറഞ്ഞതാണ് DZ ചാക്കിലേക്ക് പോകണ്ട. അപ്പൊ അന്ന് ഫോൺ എടുക്കുന്നില്ല. അത് പറഞ്ഞ ആളുടെ പേര് നോട്ട് ചെയ്തു. ബിമൽ DV സിമൻസ്. അയാളെ മീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നമ്മുടെ നായകൻ ബിമലിനോട് DZ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കും. ഞാൻ ഒന്നും ചെയ്തില്ല സാറേ. ടോണി സാറെ വിളിക്കാൻ പറഞ്ഞത്. കഥ കൊള്ളാം അഷ്റഫേ. നമുക്കിത് പിന്നെ ചെയ്യാം. സാറേ, കഥ തീർന്നിട്ടില്ല. സാർ ഈ കഥ ഫുള്ള് കേട്ടിട്ട് ചെയ്യോ ചെയ്യാതിരിക്കോ എന്ത് വേണേലും ചെയ്തു. എന്നാ നീ പറഞ്ഞു തീർക്ക്. ടോണി ആരാണെന്നറിയാൻ അയാൾ DV സിമൻറ്റ് കമ്പനിയിലെ എല്ലാ ലേബേഴ്സിൻ്റെയും അവരുടെ മൊബൈൽ നമ്പറിൻ്റെയും ലിസ്റ്റ് എടുത്തു. പക്ഷേ അങ്ങനെ ആരുമില്ല. നമ്മുടെ ഹീറോ എവിടെയും എത്താതെ നിൽക്കുകയാണ്. അയാൾ വെറുതെ ഒരു സിമൻറ്റ് ചാക്ക് നോക്കുന്നു. ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതിലൊരാളുടെ നിഴൽ കാണാം. ആ ഫോട്ടോ എടുത്ത തീയതിയും സമയവും നോക്കി. തൻ്റെ സുഹൃത്ത് മരണപ്പെട്ട തൊട്ടു മുമ്പ്. ആ നിഴൽ ടോണിയാവാമെന്ന് മനസ്സിലാക്കി അയാൾ പക വീട്ടാൻ പോകുന്നു. എടാ, കഥ കൊള്ളാം, പക്ഷെ സമയമില്ല. അപ്പോ നീ പോയതല്ലേ? ടോണിയെ കിട്ടാൻ വേണ്ടി നായകൻ പോകുന്നത് DV സിമൻറ്റിൻ്റെ MD ആയ ഡേവിഡിൻ്റെ അടുത്ത്. ഡേവിഡിൻ്റെ അടുത്ത് എത്താൻ വേണ്ടി
അയാൾ ഒരു കാരണം കണ്ടെത്തി. പറടെ ഇവിടെ എന്തായിരുന്നു പതറുന്നേ? ടോണി അത് ചെയ്താണെങ്കിൽ ടോണിനെ നമുക്ക് തീർത്താലേ അസറഫ്. തൻ്റെ ഓർഡർ ഇല്ലാതെ ടോണിക്കത് ചെയ്യാൻ പറ്റോ നായ? ഇല്ല, ഞാൻ പറഞ്ഞതല്ല, ടോണി പറഞ്ഞത്. അഷ്റഫ്, അല്ലെങ്കിൽ ഒരു വിധത്തിൽ അവൻ കുടുംബം നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാ നീയൊക്കെ അവന്. ബാക്കി ഇനി പോലീസ് നോക്കിക്കോളും. എന്നെ നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ?